ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഠിനമെന്ന് തോന്നുന്ന വഴി തെരഞ്ഞെടുത്ത ഒരു വനിതയുടെ കഥയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ചോറ്റാനിക്കര സ്വദേശി സുധയുടെ കഥ. പ്രതിസന്ധികളെ തരണം ചെയ്യണം, എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ഇതുമാത്രമാണ് സുധയെ മുന്നോട്ട് നയിക്കുന്ന ഊർജം. അപ്പോൾ ആദ്യം തന്നെ വന്നിട്ട് അത് ബോഡി നമ്മുടെ ക്രിമിറ്റേറിയം ക്ലീൻ ചെയ്യും. ആദ്യം അസ്ഥി എടുത്ത് വിൽക്കും. അസ്ഥി എടുത്ത് അവർക്ക് തലേദിവസം കത്തിച്ച ബോഡിയൊക്കെ പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് ഒരു കുടത്തിൽ അവർക്ക് വേണ്ടുന്ന അസ്ഥി എടുത്ത് മാറ്റി കെട്ടി വിൽക്കും. അത് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് ടാങ്കിൽ വെള്ളം നിറയ്ക്കും. അത് കഴിഞ്ഞിട്ട് 8 കുറ്റി ഗ്യാസാണ് വെച്ച് കത്തിക്കുക. എന്നാലാണ് അതിൻ്റെ പവർ വരുള്ളൂ. 8 കുറ്റി ഗ്യാസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5 ബോഡിയൊക്കെ കത്തിക്കാം. ഫുൾ കുറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ് സെറ്റ് ചെയ്ത് ഒക്കെ പിന്നെ വിളക്കൊക്കെ എടുത്ത് വെച്ച് റെഡിയായി. ആദ്യമൊക്കെ ഭയത്തോടു കൂടിയാണ് ചോറ്റാനിക്കരയിലെ ശാന്തിതീരം ശ്മശാനത്തിലെത്തിയത്. മൃതദേഹം സംസ്കരിക്കുന്നതൊക്കെ ചിന്തിക്കാവുന്നതിനും അപ്പുറമായിരുന്നു സുധയ്ക്ക്. പിന്നെ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കൂടുതലും വിഷമമായിരുന്നു. എങ്ങനെയാവും, എന്താണ്, ഇതുവരെ മരിച്ച വീട്ടിൽ പോലും പോവുകയല്ലാത്ത ആളാണ്. ഇപ്പം എനിക്കതൊന്നും അങ്ങനെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ ജോലിയിട്ട് അങ്ങ് പോവും. കുടുംബം നൽകുന്ന പിന്തുണയും സ്വയം ആർജിച്ചെടുത്ത ആത്മവിശ്വാസമാണ് ഈ ചോറ്റാനിക്കരക്കാരിയുടെ മുതൽക്കൂട്ട്. ജോലിക്കിടയിലെ കരളലിയിപ്പിക്കുന്ന രംഗങ്ങളുമുണ്ട് സുധയ്ക്ക് പറയാൻ. ബുദ്ധിമുട്ടാണ് അമ്മച്ചി ചെയ്യേണ്ട, വിഷമമുണ്ടോ, അങ്ങനെയൊക്കെ പിള്ളേർ പറയുന്നു. പിന്നെ പിള്ളേരുടെ സപ്പോർട്ട് നന്നായിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡും ആണെങ്കിലും എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നത് ഹസ്ബൻഡാണ്. ചെയ്യുന്ന രീതികൾ ഞാൻ ട്രെയിനിങ്ങും കാര്യങ്ങൾക്കൊന്നും പോയിട്ടില്ല. ഹസ്ബൻഡ് എന്നോട് ഇങ്ങനെ ആദ്യം ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യേണ്ട രീതികളൊക്കെ പറഞ്ഞു തന്ന് ചെയ്യിക്കുമായിരുന്നു. ഒരു ഹസ്ബൻഡിൻ്റെ ബോഡിയും കൊണ്ട് ഒരു ഭാര്യ, 2-3 പേര്, അത്രയും പേരേ ഉള്ളൂ, 2-3 പേര്, ഒരു ഭാര്യ കൊണ്ടുവന്നിട്ട് പുള്ളിക്കാരിയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും അതിൻ്റേതായ കാര്യങ്ങൾ ഒക്കെ ചെയ്യണതൊക്കെ. മാറി നിന്നില്ല പുള്ളിക്കാരി, വേറെ ആരും ഇല്ല. എന്നിട്ട് ബോഡി അകത്തേക്ക് വെച്ചപ്പോഴത്തേക്ക് പുള്ളി ഭയങ്കര കരച്ചിലുമാണ്. ആ കൂടെയാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇതിവിടെ ചെയ്യേണ്ടതൊക്കെ ചെയ്ത് എന്നിട്ട് ബോഡി അകത്തേക്ക് വെച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാരി ബോധം കെട്ടുപോയത്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എല്ലാവരും പറയും നല്ലൊരു പുണ്യപ്രവൃത്തിയാണ് ചെയ്യുന്നത്, പിന്നെ പേടിയില്ലാതെ ഇങ്ങനെ ചെയ്യുന്നത്, അതൊക്കെ പറയുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന കൊടിയ പ്രതിസന്ധികളെ അതിജീവിക്കാൻ ധൈര്യവും ആത്മവിശ്വാസവും താനെ ഉണ്ടാകുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് സുധ ചേച്ചി. കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ മാഹിൻ ജാഫറിനൊപ്പം YS അഭിനന്ദ്, 24. അപ്പോൾ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യുന്ന ഒരു സുധ ചേച്ചിക്ക് നമ്മുടെയും ഒരു ഹാറ്റ്സ് ഓഫ്, ബിഗ് സല്യൂട്ട്. അങ്ങനെ തന്നെ തല ഉയർത്തിപ്പിടിച്ച് നമുക്ക് നടക്കാനാവട്ടെ. എല്ലാവർക്കും ഒരു നല്ല മാതൃകയാണ്.